കൊണ്ട് തന്നെ ആളുകളുടെ മനസ്സ് പിടിച്ചു കുലുക്കിയ ആളാണ് പ്രശാന്ത് IAS. IASകാരോട് ആളുകൾക്ക് അടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാലത്താണ് പ്രശാന്തിന്റെ വരവ്. ആളുകളോട് നേരിട്ട് ഇടപെട്ടും ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകിയും വളരെ പെട്ടെന്ന് തന്നെ സാധാരണക്കാരുടെ കളക്ടർ ബ്രോ ആവാൻ പ്രശാന്തിന് കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ താൻ കളക്ടർ പദവി വിടുന്നു എന്ന സൂചനയാണ് കളക്ടർ നൽകിയിരിക്കുന്നത്. IAS ഉന്നതരുടെ കൊള്ളരുതായ്മയ്ക്കെതിരെ പോരാട്ടത്തിനിറങ്ങിയ പ്രശാന്ത് IAS സോഷ്യൽ മീഡിയയിലിട്ട പുതിയ പോസ്റ്റാണ് പ്രശാന്തിന്റെ ഇപ്പോഴത്തെ മനസ്സ് വ്യക്തമാക്കുന്നത്. ഇന്ന് ആ തീരുമാനമെടുക്കുന്നു എന്ന് ഫേസ്ബുക്കിൽ എഴുതി റോസാപ്പൂക്കൾ വിതറിയ ചിത്രമാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫൈനലി ഡിസിഷൻ, ഇറ്റ്സ് ടൈം സംതിങ് ന്യൂ ലോഡിംഗ് തുടങ്ങിയ ഹാഷ്ടാഗിനൊപ്പമാണ് ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് പലരും ആശയക്കുഴപ്പത്തിലാണ്. ഏപ്രിൽ 1 കൂടി ആയതിനാൽ എന്താണ് കളക്ടർ ബ്രോ ലക്ഷ്യമിടുന്നത് എന്ന ചോദ്യവും ഉയർത്തുന്നുണ്ട്. നിരവധി പേരാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കമന്റുകളായി രംഗത്ത് വരുന്നത്. കടുത്ത തീരുമാനം എടുക്കരുതെന്ന് പറഞ്ഞ് നിരവധി കമന്റുകൾ എത്തിയിട്ടുണ്ട്. ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് നല്ലവണ്ണം ആലോചിക്കണമെന്നും ചിലർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. സംശയ ദൂരീകരണത്തിന് വിളിക്കുന്നവരുടെ ഫോൺ ഇതുവരെ കളക്ടർ എടുക്കുന്നില്ല. ഇതോടെ കളക്ടർ ബ്രോ IAS ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിൽ പോരാടാൻ ഇറങ്ങുമോ എന്ന ചോദ്യം അടക്കം ഉയരുന്നുണ്ട്. അതേസമയം അടുത്ത ചീഫ് സെക്രട്ടറിയായി വരാനിരിക്കുന്നത് ജയതിലകനാണ്. പ്രശാന്തിന്റെ 1ാം നമ്പർ എതിരാളിയാണ് ഇദ്ദേഹം. ഇതാണോ പ്രശാന്ത് ഉദ്ദേശിച്ചെന്നും വ്യക്തമല്ല. അതോ ഏപ്രിൽ ഫുൾ തമാശയാണ് എന്നുമാണ് അറിയേണ്ടത്. എന്തായാലും പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചുറ്റിത്തിരികയാണ് സോഷ്യൽ മീഡിയ എന്ന് വ്യക്തം. അതേസമയം IAS ചേരിപ്പോര് സസ്പെൻഷനുള്ള കൃഷിവകുപ്പ് മുൻ സെക്രട്ടറി പ്രശാന്തിനെതിരെ അന്വേഷണത്തിൽ സർക്കാർ നടപടി തുടങ്ങിയ വിധത്തിൽ വാർത്ത മലയാള മനോരമയിൽ 2 ദിവസം മുൻപ് വന്നിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനെ നിശ്ചയിക്കാനുള്ള ഫയൽ മുഖ്യമന്ത്രിയുടെ അനുമതിക്കായി കൈമാറിയെന്നാണ് വാർത്ത. ഈ വാർത്തയിൽ കുറ്റാരോപണ മെമ്മോയ്ക്ക് കൃത്യമായി മറുപടി നൽകാതെ ചീഫ് സെക്രട്ടറിയോട് ചോദ്യങ്ങൾ ഉന്നയിച്ച് തുടർച്ചയായി കത്തുകൾ അയക്കുകയാണ് പ്രശാന്ത് ചെയ്തതെന്നായിരുന്നു ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ അങ്ങനെയല്ലെന്നാണ് പ്രശാന്തിന്റെ അടുത്ത വൃത്തങ്ങൾ നൽകുന്ന വിവരം. തന്റെ മറുപടി പ്രശാന്ത് കൃത്യമായി തന്നെ നൽകിയിരുന്നു. അതേസമയം പുതിയ പശ്ചാത്തലത്തിൽ പ്രശാന്തിനെതിരെ അന്വേഷണം ഉണ്ടാകുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. സസ്പെൻഡ് ചെയ്യുകയും മെമ്മോ നൽകുകയും ചെയ്ത ഘട്ടത്തിൽ ചീഫ് സെക്രട്ടറിയോട് ചോദ്യങ്ങളുമായി പ്രശാന്ത് രംഗത്തെത്തിയിരുന്നു. അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലക്, വൈറ്റ്ല മൊബിലിറ്റി ഹബ്ബ് MD ഗോപാലകൃഷ്ണൻ എന്നിവരെ ലക്ഷ്യമിട്ട് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പിട്ടതാണ് സസ്പെൻഷനിൽ കലാശിച്ചത്. നവംബറിൽ സസ്പെൻഷനിലായ പ്രശാന്തിന്റെ സസ്പെൻഷൻ കാലാവധി ജനുവരിയിൽ 4 മാസത്തേക്ക് കൂടി സർക്കാർ നീട്ടിയിരിക്കുകയാണ്. അതേസമയം തെളിവുകൾ സഹിതം ചൂണ്ടിക്കാട്ടി പ്രശാന്തിന്റെ വിഷയങ്ങളിൽ സർക്കാർ നടപടി കൈക്കൊണ്ടിട്ടില്ല. ജയതിലകിനെയും ഗോപാലകൃഷ്ണനെയും സർവീസിൽ തിരികെ പ്രവേശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ പ്രശാന്തിനെ പുറത്തു നിർത്തുക തന്നെയാണ് സർക്കാർ ചെയ്യുന്നത്. അതേസമയം ചീഫ് സെക്രട്ടറിക്കെതിരെ അടക്കം പ്രശാന്ത് വിമർശനം ഉന്നയിച്ചിരുന്നു. ചീഫ് സെക്രട്ടറിയുടെ നടപടിയിൽ നീതിയും ന്യായവും കാണുന്നില്ലെന്നും താൻ അയക്കുന്ന കത്തുകളും രേഖകളും കാണാതാവുന്നുവെന്നും പ്രശാന്ത് ആരോപിച്ചിരുന്നു. ഇനി ചീഫ് സെക്രട്ടറിക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഓൺലൈൻ വഴി മാത്രമായിരിക്കും കത്തയക്കുമെന്നുമാണ് പ്രശാന്ത് പറഞ്ഞത്.